ഹലോ ഗായ്സ്, നമുക്കിന്നൊന്ന് അമ്പലത്തിൽ പോയാലോ രാവിലെ തന്നെ. അപ്പോൾ ഇന്ന് രാവിലെ ഇറങ്ങിയപ്പം അമ്മേൻ്റെ സ്ഥിര കാഴ്ചയായിട്ടുള്ള സ്ട്രോബെറി പരുതൽ ഇന്നും തെറ്റിച്ചില്ല, ഇന്നും തപ്പി. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് ഇറങ്ങി. ഞാനും അച്ഛനും അമ്മയും മാളും കൂടെ ആട്ടോ പോയത്. അങ്ങനെ പാട്ടുമേളൊക്കെ കഴിഞ്ഞ് ഞങ്ങളങ്ങനെ അമ്പലത്തിലെത്തി. ഞങ്ങൾ വന്നിരിക്കുന്നത് വയനാടിൻ്റെ സ്വകാര്യ സ്വത്ത് എന്നറിയപ്പെടുന്ന വെള്ളിയൂർക്കാവ് അമ്പലത്തിലേക്കാണ്. വയനാട്ടിൽ തന്നെ വെച്ച് നടക്കുന്ന ഏറ്റവും വലിയ ഉത്സവമായ വെള്ളിയൂർക്കാവ് ഉത്സവം നടക്കുന്നത് ഈ അമ്പലത്തിൽ വെച്ചാണ്. ഈ അമ്പലം കാടിനാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. ഈ അമ്പലത്തിൻ്റെ ചുറ്റും കാടാണ്. അതുകൊണ്ട് ഒരു പോസിറ്റീവ് വൈബാണ് എപ്പോഴും ഈ അമ്പലത്തിലേക്ക് വരുമ്പം. ഈ അമ്പലത്തിൻ്റെ ചുറ്റിനുള്ളിങ്ങനെ ഓരോ മതിലിലും ഓരോരോ ശില്പങ്ങൾ ഇങ്ങനെ കൊത്തിവെച്ചിട്ടുണ്ട്. ഞങ്ങൾ രാവിലെ പോയതുകൊണ്ട് തന്നെ സൺറൈസ് അവിടെ നിന്ന് തന്നെ കണ്ടു. നല്ല രസമായിരുന്നു അതിൽ കൂടെ നടക്കാൻ. അപ്പോൾ അമ്മ ചെറുതായിട്ടൊരു വീഡിയോ ഒക്കെ എടുത്തു തന്നു. ഞങ്ങളിങ്ങനെ നടക്കുകയായിരുന്നു. ഞങ്ങൾ അവിടെ ഒരു വലിയ മരമുണ്ട്, അത് കണ്ടോ മാളൂന്നും പറഞ്ഞിട്ട് നടന്നതാണ്. നല്ല രസമായിരുന്നു കേട്ടോ അവിടെ. ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന്, അവിടെ തിരക്കില്ലാത്തതുകൊണ്ട് കുറച്ച് നേരം അവിടെ ഇരിക്കാൻ പറ്റി. അവിടെ ഇരുന്ന് ഞങ്ങൾ ആ ശില്പം കണ്ടോ ഇത് കണ്ടോ എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അച്ഛൻ വിളിച്ചപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പം മാളു പറഞ്ഞു നമുക്ക് റീൽസ് എടുക്കാമെന്ന്. അപ്പം ഞാനും മാളു അതിന് ജസ്റ്റ് ഒന്ന് കളിച്ചു നോക്കുമായിരുന്നു. അപ്പം അമ്മ ഇങ്ങനെ അമ്പലത്തിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് വന്നു. ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ പറയുകയാണ് അങ്ങനെ കളിക്കുക ഇങ്ങനെ കളിക്കുക എന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ താഴെ സ്റ്റെപ്പിൽ നിന്ന് കളിക്കാൻ തീരുമാനിച്ച് അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്പിലേക്ക് ഇറങ്ങുമായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ സ്റ്റെപ്പിൽ കൂടെ ഇറങ്ങാൻ. ഞാനും മാളു ചാടി ചാടി ഇറങ്ങി. അവിടെ താഴെ എത്തിയപ്പോൾ മാളു അവിടെ ഒരു പാലപ്പൂവിൻ്റെ ചെടി കണ്ടു. അപ്പോൾ അതിനകത്ത് പൂവുണ്ടായിരുന്നു നിലത്ത് കിടക്കുന്നത്. അപ്പോൾ ഞാനും മാളു അത് പെറുക്കി മണത്തൊക്കെ നോക്കി. അത്യാവശ്യം നല്ല മണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റീൽസ് എടുത്തു. റീൽസൊക്കെ എടുത്തു കഴിഞ്ഞ് താഴത്തെ കാവിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോഴാണ് അച്ഛൻ്റെ മുഖം ഞങ്ങൾ ശ്രദ്ധിക്കുന്നത്. നെറ്റിയിൽ നിറച്ചുണ്ടായിരുന്നു ചന്ദനം. അപ്പോൾ അമ്മ അതിങ്ങനെ മെല്ലെ തുടച്ചു കൊടുക്കുമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ താഴേക്കാവിലേക്ക് പോയി. അവിടെ നോക്കുമ്പോൾ സൂര്യൻ ഉദിച്ച് വന്നുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. അവിടുന്ന് 2 വീഡിയോസും ഫോട്ടോസും എടുക്കാനുള്ളത് കൊണ്ട് ഞങ്ങൾ താഴേക്കാവിലേക്ക് പോയത്. ഇവിടെ വെച്ചാട്ടോ ആ ഉത്സവം നടക്കുന്ന സമയത്ത് അരങ്ങേറ്റങ്ങളൊക്കെ നടക്കാറ്. അങ്ങനെ മേലേക്കാവിലും താഴേക്കാവിലൊക്കെ പോയി ഞങ്ങൾ നേരെ വന്നത് ഇന്ത്യൻ കോഫി ഹൗസിലേക്കാട്ടോ ഗൈസ്. അപ്പം ഇവിടെ തിരക്ക് കുറവായിരുന്നു. എപ്പോഴത്തേക്കാട്ടിലും എപ്പോൾ ഞങ്ങൾ പോയാലും ഭയങ്കര തിരക്കായിരിക്കും, സീറ്റ് കിട്ടാറില്ല. പക്ഷേ ഇപ്രാവശ്യം തിരക്ക് കുറവായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് അതൊക്കെ വന്ന് ഇപ്രാവശ്യം ഞങ്ങൾ ചായ കുടിച്ച്. സാധാരണ ഇവിടുന്ന് ചായ കുടിക്കാറില്ല, കാരണം ഇവിടെ മധുരം കുറവാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ചായ കുടിക്കാറില്ല. പക്ഷെ ഇപ്രാവശ്യം ചായ കുടിച്ച് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അടുത്ത ഒരു ടെമ്പിൾ വ്ളോഗ്. ഇതെങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക.